കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കണേ. ആ ചെക്കൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് നെഞ്ഞ് പൊട്ടാണ്. എന്താ ചെയ്യാ? പിന്നെ എവിഡൻസോട് കൂടി വന്നാട്ടോ. എവിഡൻസ് ആണ് ഇവൻ പറഞ്ഞു അവൾക്ക് വേറെ ബന്ധമുണ്ട്. അപ്പോൾ അതിന്റെ CCTV ദൃശ്യം അടക്കം അല്ലെങ്കിൽ ഓന് ഫോണിൽ ഫോട്ടോ അടക്കം കാണിച്ചു കൊടുത്തിട്ടാണ് ഇവിടെ വന്നതെന്നാണ് നമ്മൾ പറയുന്നത്. എവിഡൻസ് ആ എവിഡൻസ് ആണ് മുതല കണ്ണിലായിട്ട് പോകുന്നത്. കിട്ടിയ എവിഡൻസ് ഒക്കെ കാണില്ലപ്പോൾ നല്ല എവിഡൻസ് കിട്ടി. എന്നിട്ട് അവിടെ മാന്തി ഇവിടെ തച്ചു, അവിടെ ഇങ്ങനെ കുത്തി അങ്ങോട്ട് ഇരുന്ന് കരയാനുണ്ട്. അതൊക്കെ എവിഡൻസ് നല്ലോണം കിട്ടിപ്പോ. എന്തൊക്കെ എവിഡൻസ് കിട്ടി? നിലത്തിട്ട് വലിച്ചു, പിന്നെ അങ്ങോട്ട് വലിച്ചിട്ടു, ഇങ്ങോട്ട് തച്ചു, കുട്ടിന്റെ മുന്നിൽ തച്ചു, പുറത്തിട്ട് കുത്തി, ഇങ്ങനെയൊക്കെ എവിഡൻസ് മൊത്തത്തിൽ എന്തായി? ടോട്ടലി ഒരു എവിഡൻസിന്റെ മാലപ്പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ആ പൊട്ടലിനൊടുവിൽ എന്ത് ചെയ്തു? എല്ലാം അങ്ങനെ കത്തി തീർന്നു കഴിഞ്ഞിരിക്കുന്നു. രക്ഷപ്പെട്ടത് ഇനി ഞാൻ നിന്നെങ്കിൽ എന്താ എനിക്ക് സംഭവിക്കാന്ന് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് നല്ല ഭയമുണ്ട് ഒരുമിച്ച് ജീവിക്കുന്നത്. മെഹറുവിന്റെ മുമ്പത്തെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ. റിഫക്ക് ആകെ മാൻ പറഞ്ഞ റിഫക്ക് ഒരു അവിഹിതം ഉണ്ടായിരുന്നു പറഞ്ഞു. ഇതുപോലൊക്കെ ഒരു അനുഭവം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവിഹിതം ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് ഞാൻ മാനോട് പറഞ്ഞു. കാരണം അത്രക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവണം അവള്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തെല്ലാം പുകിലായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ എല്ലാം കത്തി തീർന്നു. ഇരുന്ന് മോങ്ങലും തുടങ്ങി. ഒന്നും ഉണ്ടായിട്ട് പറയല്ല. ഒരു പെൺകുട്ടി മരിച്ചപ്പോൾ അത് കൊന്നതാണ് എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ആ കൊന്നവൻ്റെ കൂടെ പുറകെ കൂടിയ വ്യക്തിയുടെ അവസ്ഥയാണിത്. ഇനി അന്ന് ആ പെൺകുട്ടി മരിച്ചത് ആത്മഹത്യ ചെയ്തിട്ടാണെങ്കിലും ശരി, അല്ല അവൻ കൊന്നിട്ടാണെങ്കിലും ശരി, എൻ്റെ കാഴ്ചപ്പാടിൽ രണ്ടും ഒന്നാണ്. അവൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ, ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവന് തന്നെയാണ്. അങ്ങനെ ഒരു മരണം സംഭവിച്ചിരിക്കെ അവളുടെ ആ ഒരു മരണം അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ പോയി എന്നുള്ളത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ എന്ത് അവസ്ഥ കണ്ടിട്ടാണെങ്കിലും ശരി, കാരണം അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ പഠിക്കാതെ അവൻ്റെ പുറകെ കൂടി എന്നുള്ളത് അവൻ്റെ ആ ഒരു മുഖത്തിൻ്റെ വെളുപ്പ് കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തോ ആയിരിക്കട്ടെ, ആരാണെങ്കിലും ശരി, ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ പ്രണയിക്കാനും പ്രണയിച്ച് കൂടെ കൂട്ടാനും ഒക്കെ പോകുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ബാക്കും ഒക്കെ ഒന്ന് അന്വേഷിച്ച് എങ്ങനെയാണ് ആൾ എന്നൊക്കെ പഠിച്ചിട്ട് പോയിക്കോളൂ. എല്ലാ സ്വഭാവം പുറത്തെടുക്കാനുള്ള എല്ലാ പണിയും ചെയ്ത് സ്വഭാവങ്ങളൊക്കെ പുറത്തെടുപ്പിച്ചിട്ട് പിന്നെ വിവാഹം കഴിച്ചാൽ പോരെ. ഇതൊരു കുട്ടിയും ചട്ടിയൊക്കെ അതിന് ശേഷം കിടന്നു മോങ്ങിയിട്ട് എന്താ കാര്യം? അന്ന് അവനെ വിവാഹം കഴിക്കുകയും മരിച്ചുപോയ ആ പെൺകുട്ടിക്കെതിരെ എന്തെല്ലാം പുകിലാണ് ഉണ്ടാക്കിയത് കേൾക്കാം നമുക്ക്. എന്തായാലും ഇതൊന്ന് കേൾക്കട്ടെ, എന്നിട്ട് നിങ്ങൾ ആ പുകിലേക്ക് നമുക്ക് വരാം. അതെ, എനിക്കിപ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ പെൺകുട്ടി എന്ത് ചെയ്തു? അനുഭവിച്ച് മരിച്ചു. പക്ഷെ അന്ന് നീ പറഞ്ഞു അവിഹിതം കൊണ്ട് മരിച്ചു എന്നുള്ളത്. പറഞ്ഞതാണ് തെറ്റ്. ഒരിക്കലും ഓക്കെ ആവില്ല. കാരണം ഒരു മരണത്തിന് സാക്ഷിയായ ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ നീ തയ്യാറായതിലപ്പുറത്ത് നീ ചെയ്ത തെറ്റ്. ആ കുട്ടിയെ നീ ആളുകളുടെ പൊതുസമൂഹത്തിന് മുന്നിൽ പരിഹസിച്ചു അല്ലെങ്കിൽ അവഹേളിക്കാൻ കൂടി എന്നുള്ളത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. ഒരാളെ വാക്കേ കേട്ടിട്ടുള്ളൂ എങ്കിൽ രണ്ടാമതൊരാളെ വാക്ക് കേട്ടിട്ടില്ല എന്ന് അന്ന് നീ ഓർക്കണമായിരുന്നു. അന്ന് നീ ഒരാളെ വാക്ക് കേട്ട് അവനെ സുഖിപ്പിക്കാൻ വേണ്ടി മീഡിയാസിന്റെ മുന്നിൽ കിടന്ന് വാവിട്ട് അലക്കുന്ന വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലും കടന്ന് കളിക്കുന്നുണ്ട്. പെൺകുട്ടിനെ പറഞ്ഞില്ലേ, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയുമ്പോ ശരിയാണ്. അതിൽ എനിക്കൊന്നും പറയാനില്ല. എന്താ സഫ ഒളിച്ചോടിയെന്ന് പറഞ്ഞു? എന്താണ് സംഭവം? 2 ദിവസമായില്ലേ ഒളിച്ചോടിയിട്ട്? ഹണിമൂണെ കഴിഞ്ഞു വന്നതാ. എന്താ ചിരി അല്ലേ? നല്ല ചിരിയുണ്ട്, കരച്ചിലുണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഒളിച്ചോടാൻ തീരുമാനിക്കുന്ന പെൺകുട്ടികളാണെങ്കിലും പ്രണയിക്കാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ പ്രണയത്തിന്റെ പുറകെ പോകുന്ന പെൺകുട്ടികളാണെങ്കിലും എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നിർബന്ധമായിട്ടും ഞാൻ പ്രണയിക്കാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക്, കാരണം പ്രണയം എന്ന് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മാറി നിൽക്കും. ഇപ്പോൾ കുറച്ചൊക്കെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ പോലും എന്നാലും പ്രണയം എന്ന് പറയുമ്പോൾ കൂട്ടവും കുടുംബമൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ പ്രണയിക്കാൻ പോകുന്ന വ്യക്തി എങ്ങനെയുള്ളതാണ് എന്ന്. അവന്റെ സ്വഭാവം പുറത്തെടുക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും നിങ്ങളൊന്ന് മെനഞ്ഞ് എല്ലാ ഐഡിയകളും ഉപയോഗിച്ച് അത് പുറത്തെടുത്തിട്ട് പിന്നെ പോയാൽ മതി, തീരുമാനിച്ചാൽ മതി. ഇത് ആദ്യമേ കാണുമ്പോഴേക്ക് അങ്ങ് പറ്റി അതിനുശേഷം പെട്ടെന്ന് അങ്ങ് കല്യാണവും കഴിച്ച് ഒരു കുട്ടിയായിട്ട് ഉള്ള തല്ലും കൊണ്ട് അവിടെ വലിച്ചു, ഇവിടെ വലിച്ചു, അവിടെ തച്ചു, ഇവിടെ തച്ചു, അങ്ങോട്ട് ഉന്തി എന്ന് പറയാൻ നിൽക്കണ്ടല്ലോ. എനിക്കും 2 പെൺകുട്ടികളാണ്. രക്ഷിതാക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിർബന്ധമായിട്ടും ചിന്തിക്കേണ്ട കാര്യം, നമ്മളെ പെൺകുട്ടികളെ കൈ പിടിച്ചു കൊടുക്കുമ്പോൾ ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരാൾക്ക് കൈ പിടിച്ചു കൊടുക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ ഒരു ആത്മാവുണ്ടോ എന്ന് നമ്മൾ നിർബന്ധമായിട്ടും നോക്കണം. ഇങ്ങനെയുള്ള കഴുകക്കണ്ണുകളുള്ള അല്ലെങ്കിൽ കാണ്ടാമൃഗത്തിന്റെ തൊലിയും അതുപോലെ തന്നെ നരിയുടെ നഖങ്ങളുമുള്ള ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് കൊണ്ട് കൊടുക്കില്ല എന്നുള്ളത് എന്താണ്? വീട്ടിലിരുന്നോട്ടെ, ഉള്ളത് തിന്നോട്ടെ, അത്ര മതി.
എന്താണ് ഇവനൊക്കെ പറയാ? ഇവന്നിട്ട് ആ ഫസ്റ്റ് ടൈം ഇവളെ കല്യാണം കഴിക്കുന്ന സമയത്ത് മൂങ്ങുക, ഇവള് കൈ പിടിക്കുക, അവൻ പിന്നെ കണ്ണ് തുടക്കുക, എന്തൊക്കെ നാടകങ്ങൾ അവിടെ അരങ്ങേറിയത്. എന്നിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആളുകൾ. ഒരു പെൺകുട്ടിയെ കൂടെ കൂട്ടിയിട്ട് അവളെ കൊന്നു എന്നതും പോരാ, എന്നിട്ട് അതിനെ ന്യായീകരിച്ച് ആ പെൺകുട്ടി എന്ത് ചെയ്യുക, മീഡിയാസിന് മുന്നിൽ അസഭ്യം പറയാം. ഇതൊക്കെ ചെയ്തിട്ട് പോരാ, ഇവന് വീണ്ടും എന്ത് ചെയ്യാണ്, ഇനിയിപ്പോൾ ഇവിടെ ഒഴിവാക്കാൻ പോവാണ്, ഇവള് ചാടിപ്പോയി ഓടിപ്പോയി. ഇങ്ങനെയുള്ള സൈക്കോകളുടെ കൂടെ ഓടിപ്പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് ഒരു മീഡിയാസിന്റെ മുന്നിൽ കൂടുതൽ ചരിത്രങ്ങളൊന്നുമില്ല, ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു, എറണാകുളത്ത് വെച്ച് കണ്ടു, അങ്ങനെ എനിക്ക് ഇഷ്ടമായി, പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി, അലിവ് തോന്നി എന്നൊക്കെ പറഞ്ഞു. വല്ല കാര്യമുണ്ടോ? ഈ അലിവ് കൊണ്ടൊന്നും കാര്യമില്ല. അപ്പൊ അലിവെന്തായി? ഈ വീഡിയോ കാണുന്ന ഏതൊരു പെൺകുട്ടികളാണെങ്കിലും കാലം മാറിയിട്ടുണ്ട്, അവനവന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ വിവാഹം കഴിക്കാനും ഇഷ്ടപ്പെട്ടവരുടെ കൂടെ പോകാനും ഒക്കെ പറ്റുന്ന സാഹചര്യം, നിയമം, അതിന്റെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ കുടുംബത്തിന്റെ സാഹചര്യങ്ങളൊക്കെ ഒരാളെ ഇഷ്ടപ്പെട്ട വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കുടുംബവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഫാമിലിയും കാര്യങ്ങളൊക്കെ മാറി, സാഹചര്യങ്ങൾ മൊത്തത്തിൽ മാറിയ സാഹചര്യത്തിൽ ഇനിയെങ്കിലും ചിന്തിച്ച് മനസ്സിലാക്കി, അറിഞ്ഞും കണ്ടും കേട്ടും എല്ലാം മനസ്സിലാക്കിയിട്ട് വ്യക്തിപരമായി നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനം എടുക്കുക. ഇല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഇനിയും അനുഭവങ്ങൾ പല പെൺകുട്ടികൾക്കും വരും. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല. കാരണം എന്താണ്, അവർക്ക് അടുത്തതും ഇതേപോലെ ചാക്കിലാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇവനെ പോലെയുള്ള ഒരു നരനായാട്ട് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വേറൊരു പെണ്ണ് ഈ നാട്ടിൽ നിന്ന് കിട്ടുമോ? ഒരു പെൺകുട്ടിയെ കൊലക്ക് കൊടുത്ത ഒരു വ്യക്തിക്ക് അവന്റെ കണ്ണും മുഖം കണ്ട അന്ന് മുതൽ ഇന്ന് വരെ, അന്നേ ഞാൻ പറയുന്നു ഇവൻ കൊന്നതാണ്. ഇന്നും ഞാൻ പറയും അവൻ കൊന്നതാണ്. കാരണം അവൻ കൊന്നത് തന്നെയാണ്. അത് ആത്മഹത്യ ചെയ്താലും അവൻ കൊന്നാലും അവളുടെ മരണകാരണം അവൻ തന്നെയാണ്. അവന്റെ മുഖം കാണുന്നത് നമുക്കൊക്കെ വെറുപ്പാ. എന്നിട്ട് അവന്റെ കൂടെ പോവാ അടുത്തൊരാള്. ഈ നാട്ടിൽ നല്ല ആൺകുട്ടികളൊന്നും ഇല്ല നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ? ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും അതുപോലെ തന്നെ അഭിമാനത്തോടു കൂടി ജീവിക്കാനും പറ്റുന്ന എത്രയോ ആണുങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ട് ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ കൂടെ പോകാൻ മനസ്സ് കാണിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളൊക്കെ ചെയ്യുന്ന തെറ്റും. എന്നിട്ട് നിങ്ങൾ മീഡിയാസിന്റെ മുന്നിൽ ഫസ്റ്റ് ടൈം ആ വിവാഹ സമയത്ത് കാണിച്ച് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിനുശേഷം വരുന്ന വീഡിയോയിൽ പണ്ടാരോ പറഞ്ഞു, ഡോക്ടറെ അടുത്ത് കുട്ടീനേറ്റും പോയപ്പോൾ ഡോക്ടർ ചോദിച്ചു എപ്പോഴാണ് ഛർദി തുടങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറയാണ് അസർ ബാങ്ക് കൊടുത്തപ്പോഴാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാം മതത്തിൽ അല്ലാത്ത ഒരാളായതുകൊണ്ട് അസർ ബാങ്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇന്നാ ഇനി ആ സാധനം കുട്ടിക്ക് കൊടുക്കെടുത്തിട്ടോ എന്ന് പറഞ്ഞ പോലെ ഇവിടെ സംഭവിച്ച കാര്യം ഇവളോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എപ്പോഴാണ് ഇവൻ സൈക്കോ ആണ് എന്ന് നിനക്ക് മനസ്സിലായത്? ഇവൻ സൈക്കോ ആണ് എന്ന് നിനക്ക് എപ്പോൾ മനസ്സിലാവേണ്ടിയിരുന്നു? ഒരു പെൺകുട്ടിയെ കൊന്ന അന്ന് നിനക്ക് മനസ്സിലാവേണ്ടിയിരുന്നു. അന്ന് നീ പിറകെ കൂടി എന്നുള്ളത് കൊണ്ട് അതിൽ യഥാർത്ഥത്തിൽ സൈക്കോ നീ ആയിരുന്നോ എന്നുള്ളൊരു തോന്നലാണുള്ളത്. എന്തായാലും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല, ഇത് രക്ഷിതാക്കളും പൊതുസമൂഹവും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സത്യത്തിൽ ഈ രണ്ട് പെൺകുട്ടികളുടെയും വീട്ടിൽ നല്ല ആൺകുട്ടികളില്ലാത്തതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഒരു വട്ടേ നാടകം കളിക്കുള്ളൂ. രണ്ടാമതൊരു നാടകം കളിക്കാനേ ഇവന്റെ മനസ്സാക്ഷി സമ്മതിക്കില്ലായിരുന്നു. എന്തായാലും നിങ്ങളെ ആദ്യത്തെ നാടകത്തിലേക്ക് പോകാം നമുക്ക്. ഞാൻ ഇത് സ്റ്റേജിൽ നിന്ന് അവർ ഫസ്റ്റ് അറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ താല്പര്യം തീരെ താല്പര്യം. അതെ, ഓന് തീരെ താല്പര്യമില്ല. പിന്നെ എന്തിനോ ജീവിക്കണ നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഈ ചങ്ങായി എന്തിനാ ജീവിക്കണത്? കണ്ട ഏതെങ്കിലും പെൺകുട്ടികളെ വളച്ചിട്ട് അവരെ എന്ത് ചെയ്യാം, മൃഗീയമായിട്ട് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊരു സുഖമാണ് ഇവന്. ആ ഒരു സുഖം ഒന്നിനെ എന്ത് ചെയ്തു, വളച്ചെടുത്ത് അതിനെ കൊണ്ടുപോയിട്ട് മാക്സിമം ആക്രമിച്ച് കൊല വിളിച്ചു. അതിനുശേഷം വീണ്ടും ഒന്നിനെന്ത് ചെയ്തു, പ്രണയിച്ച് ഇരുത്തിയിട്ട് അവൻ്റെ നാടകം കണ്ടോളി. എല്ലാ നാടകവും പഠിച്ചിട്ടുള്ള ഒരു കള്ളനാണ് എന്നുള്ളത് ഇവന്റെ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അത് മാത്രം കണ്ടാൽ ഈ ഇരിക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ഇവൾക്ക് ഈ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് ഈ വീഡിയോ സംപ്രേഷണം കഴിഞ്ഞതിന് ശേഷം പബ്ലിക് ആയതിനു ശേഷം ഒന്നിരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് തന്നെ മനസ്സിലായിരുന്നു ഇവൻ നാടകം കളിക്കുകയാണെന്നുള്ളത്. അത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ വന്ന ഈ അബദ്ധങ്ങളെല്ലാം. ഒരിക്കലും തിരുത്താൻ കഴിയാത്ത ഒരിക്കലും മറക്കാനും ഒരിക്കലും ജീവിതത്തിൽ നിന്നും മായാത്ത അടയാളങ്ങൾ വെച്ചിട്ടുള്ള ഈ അനുഭവങ്ങൾ ഉണ്ടായത് അവന്റെ തല വർക്ക് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ്. എനിക്കും അറിയില്ല. ഒന്നിനൊരു പരിഹാരമല്ല. എന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുക, കൈ പിടിച്ച് ഇങ്ങോട്ട് വാങ്ങിയിട്ടും അങ്ങോട്ട് കൊടുത്തിട്ടും ഒക്കെ കൂടി രണ്ടുപേരും കൂടി നാടകം കളിച്ചു. നാടകത്തിന്റെ അവസാനം തിരശീല വീഴുമ്പോൾ കണ്ണീരിങ്ങനെ എന്ത് ചെയ്യാണ്, ചാടിക്കൊണ്ടേയിരിക്കുക. കണ്ടില്ല എനിക്കെന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ ചെക്കൻ്റെ ഒരു ദയനീയ അവസ്ഥ കണ്ടിട്ട് നെഞ്ഞ് പൊട്ടാണ്. എന്താ ചെയ്യാ? കൂട്ടിക്കൊടുത്ത് നീ അങ്ങനെ ആക്കി ഒരു പാർട്ണർ എന്തെങ്കിലും ഒരു തെറ്റ്, ഐ മീൻ വേറൊരാളെ നമ്മളെക്കാളും സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോ അവരെ ചോരയിൽ ഓടുന്നുണ്ടാവില്ല. അതെ, ഒരു മനുഷ്യന്റെ ചോരയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട്. അതുകൊണ്ട് ചോരയിൽ ഇല്ല എന്നുള്ളതിനാണ് പറഞ്ഞത്.
കാരണം ഓൻ്റെത് മൃഗത്തിൻ്റെ ചോരൻ്റെ ഉള്ളിൽ കൂടി എന്താണോ ഒഴുകുന്നത് അതിലപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഓൻ്റെ ബ്ലഡിലൂടെ ഒഴുകുന്നത് എന്നുള്ളത് അവനും അറിയാം, ബാക്കിയുള്ളവരോട് പറയുകയും ചെയ്തു, പൊതുസമൂഹത്തിന് ഏതായാലും അറിയാം. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിനെ കൊലക്കിട്ട് കൊടുത്തിട്ട് രണ്ടാമതൊരു പെണ്ണിനെ എന്ത് ചെയ്ത് വീണ്ടും ക്ഷണിച്ചു വരുത്തിയിട്ട് ആക്രമിക്കുക. ഒരു മനുഷ്യനെ ഇങ്ങനെ ആക്രമിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്നുള്ളതാണ് ചോദ്യം. ഇവനൊരു മനുഷ്യനാണെങ്കിൽ ഒരു മൃഗത്തിനുണ്ടായതൊന്നല്ലത്. ഇവൻ്റെ കണ്ണുമോറും കണ്ടിട്ട് ആർക്കെങ്കിലും അതൊന്നും തോന്നുന്നുണ്ടോ? എനിക്ക് ഇവൻ്റെ കണ്ണുമോറും പണ്ടേ കണ്ടുകൂടാ ഇങ്ങനൊരു ജന്മം. എന്നിട്ട് കണ്ട് ആളുകൾ ആരെങ്കിലുമൊക്കെ വളർത്തി വലുതാക്കി തിന്നാനും കൊടുത്ത് വിദ്യാഭ്യാസവും കൊടുത്ത് വളർത്തി വലുതാക്കിയ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയും കാട്ടി വശീകരിച്ചിട്ട് അവരെ പീഡിപ്പിക്കുക. എന്തിനാടാ ഇതൊക്കെ ജീവിക്കണത്? എവിഡൻസ് കാണിച്ചാലും ഞാനാ പിന്നെ കൂടുതൽ പറഞ്ഞോണ്ടിരുന്നത് ഒന്നും ചെയ്ത അവള് പിന്നെ എവിഡൻസോട് കൂടി വന്നാട്ടോ. എവിഡൻസ് പറഞ്ഞാൽ ഇവൻ പറഞ്ഞു അവൾക്ക് വേറൊരു ബന്ധമുണ്ട്, അപ്പോൾ അതിന്റെ CCTV ദൃശ്യം അടക്കം അല്ലെങ്കിൽ ഓന് ഫോണിൽ ഫോട്ടോ അടക്കം കാണിച്ചു കൊടുത്തിട്ടാണ് ഇവിടെ വന്നതെന്നാണ് ഇവിടെ പറയുന്നത്. എവിഡൻസേ ആ എവിഡൻസ് ആണ് ഇപ്പോൾ മുതല കണ്ണീരായിട്ട് പോകുന്നത്. കിട്ടിയ എവിഡൻസ് ഒക്കെ കാണില്ല. ഇപ്പോൾ നല്ല എവിഡൻസ് കിട്ടി. എന്നിട്ട് അവിടെ മാന്തി ഇവിടെ തച്ചു, അവിടെ ഇങ്ങനെ കുത്തി 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 അങ്ങോട്ട് കുത്തി അങ്ങോട്ട് ഇരുന്ന് കരയാന്നിട്ട് അതൊക്കെ എവിഡൻസാ. എവിഡൻസ് നല്ലോണം കിട്ടിയപ്പോൾ എന്തൊക്കെ എവിഡൻസ് കിട്ടി? നിലത്തിട്ട് വലിച്ചു, പിന്നെ അങ്ങോട്ട് വലിച്ചിട്ടു, ഇങ്ങോട്ട് തച്ചു, കുട്ടിൻ്റെ മുന്നിൽ തച്ചു, പുറത്തിട്ട് കുത്തി, ഇങ്ങനെയൊക്കെ എവിഡൻസ് മൊത്തത്തിൽ ഇപ്പം എന്തായി? ടോട്ടലി ഒരു എവിഡൻസിന്റെ മാലപ്പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പൊട്ടലിനൊടുവിൽ എന്ത് ചെയ്തു? എല്ലാം അങ്ങനെ കത്തി തീർന്നു കഴിഞ്ഞിരിക്കുന്നു. പറഞ്ഞ് എന്തായി? കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സമാധാനം, വണക്കം, കരഞ്ഞോളൂ, നല്ല രീതിയിൽ കരഞ്ഞോളൂ കേട്ടോ. പറഞ്ഞോണ്ടാണ് പിന്നെ തെറ്റ് ചെയ്തവരെ നമ്മൾ തെറ്റുള്ള രീതിയിലെല്ലാം കാണിക്കാം, പുറത്തിടാന്ന് പറഞ്ഞിട്ടും നേരം സമ്മതിക്കാത്തത്. എനിക്ക് തോന്നുന്നു ഉള്ളി തേച്ച് വന്നിട്ടുണ്ടാവും. ഉള്ളി തേച്ച് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ പെണ്ണിന്റെ കയ്യുമ്പോഴുണ്ടാവും ഉള്ളി തേച്ച് വന്നിട്ടുണ്ടാവും. എന്നാ കണ്ണീര് ഒലിപ്പിക്കാനേ വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ്. അയ്യൊക്കെ ഭൂമിയിൽ ജീവിച്ചിരിക്കാന്ന് പറയുമ്പോ ഭൂമിക്ക് തന്നെ ഒരു ഭാര. പറയേ ആദ്യമൊക്കെ ഇതുപോലത്തെ കുറെ ഫേക്ക് ന്യൂസ് കേട്ടിട്ടുണ്ട്. ഇതെന്താ ഇവര് ഒരു ബന്ധമില്ലാത്ത കാര്യം പറയണേ എന്നുള്ള വീണ്ടും ഫേക്ക് ന്യൂസ് കുറെ വന്നില്ലേ? ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ നിനക്കിപ്പോൾ ഫേക്ക് ന്യൂസ് ഇഷ്ടം പോലെ വന്നു. അത്യാവശ്യം എന്ത് ചെയ്തു? കിട്ടിയില്ലേ? സമാധാനമായില്ല എനിക്ക്? നിങ്ങളൊരു പെണ്ണിന്റെ ജീവിതം കൊലക്ക് കൊടുത്തുകൊണ്ട് രണ്ടാക്കും ഫേമസ് ആകാൻ പറ്റിയല്ലോ. ഇപ്പോൾ ഒന്നും കൂടി ഫേമസ് ആയി. ഇനി ഒരാൾ ചോദിക്കുന്ന ചോദ്യം കൂടി കേട്ടു നോക്കാം നമുക്ക് കേട്ടോ. ഇവളോട് ചോദിക്കുന്നുണ്ട്, ആ ചോദ്യം കൂടി കേട്ടാൽ നമുക്ക് ശുഭം മംഗളാവും. എന്താ അവരോടൊക്കെ പറയാം? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഈ പെൺകുട്ടിയെ ഒന്നും നോക്കാതെ അവൻ്റെ പുറകെ കൂടിയും ഒരു ഷൂട്ടിങ്ങിൽ കണ്ടു, അപ്പം ഇഷ്ടമായി, ഒരു മുഖം കണ്ട് കണക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കി, ഒന്ന് തൊട്ട് നോക്കിക്കൂടെ? ജീവണ്ടോ ഇല്ലേന്ന്? ഇല്ലേ? ആ വെളുപ്പം അവിടെ ഉണ്ടോന്നൊന്ന് തുടച്ചു നോക്കിക്കൂടെ? ഒരു ശീല കഷ്ണം എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഒന്ന് വരതി നോക്കുക. ആ വെള്ള കളർ അവിടെ ഉണ്ടോ ഇല്ലേ? അതോ പെയിന്റ് അടിച്ചാണോ പുട്ടിട്ടാണോ എന്ന് അതെങ്കിലും നോക്കാലോ അല്ലേ? എന്നിട്ടൊരു നാണോ മാനോ ഇല്ലാതെ മീഡിയാസിന്റെ മുന്നിൽ ആ മരിച്ചു പോയ പെൺകുട്ടിയെ നിങ്ങൾ പറയാത്ത കുറ്റങ്ങളൊന്നുമില്ല. അവസാനം കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സമാധാനമായി കേട്ടോ. എല്ലാവർക്കും, നിനക്ക് മാത്രമല്ല നാട്ടിലുള്ള പൊതുസമൂഹത്തിന് മുഴുവൻ സമാധാനമായി. കാരണം മണ്ണോട് ചേർന്ന ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യാം? ഇന്ന് ആശ്വസിക്കാം. കൊന്നാ പിന്നെ കൊന്നു പറയാം. ചിരിച്ചാ പറയണേ കണ്ടോ? ചിരിച്ചിങ്ങനെ പറയാ എന്ത് കൊന്നു എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോ പെൺകുട്ടികളെ വീട്ടിലൊന്നുമേ ആരും ഇല്ല. ആൺകുട്ടികള് ആണുങ്ങളായിട്ട് ആങ്ങളാരില്ലാത്തോണ്ടാവും. ഉണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കൂല. പറയാൻ ഒരു വട്ടവൻ്റെ നാവ് പൊന്തുള്ളൂ, രണ്ടാമത് പൊങ്ങൂലെന്ന്. എന്നിട്ട് അവൻ്റെ ചിരി. ആ കുട്ടിയെ നീ കൊലക്ക് കൊടുത്തപ്പോൾ ആ വീട്ടിൽ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും അവസ്ഥ എന്തായിരിക്കും? നീയൊക്കെ ഇനിയും അനുഭവിക്കാൻ കിടക്കണുള്ളൂ. ഇപ്പുറത്തിരുന്നാണ്ട് ഒരു ചിരി ചിരിക്കാൻ എന്താണ് ചിരിയാൽ? ആ ചിരിയുടെ ഒരു ഇതായിരിക്കും. നമുക്കൊന്ന് കാണാം ചിരി. ഇപ്പോൾ ചിരി എന്താ കോലത്തിലുള്ളതെന്നുള്ളത് ഒന്ന്. ഇതൊരു പരിഹാസമായിട്ട് കൂട്ടൊന്നും വേണ്ട. ഇതൊക്കെ ഓരോ അനുഭവങ്ങളാ. ഈ ഒരു അനുഭവം, ഓരോ അനുഭവങ്ങളും നാട്ടിലുണ്ടാവുമ്പോൾ, ഓരോ കാര്യങ്ങളും വാർത്തയിലൂടെ കാണുമ്പോൾ എനിക്ക് അനുഭവിച്ചാലേ ഞാൻ പഠിക്കൂ എന്നുള്ള കുറേ ആളുകളുണ്ട്. പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ഇനിയും പഠിക്കാത്തവർ. പ്രണയം ഒക്കെ ഉണ്ടായിക്കോട്ടെ, എല്ലാം നല്ലതിനാണ്. പക്ഷെ എന്താ അത് നല്ലതിനാണോ ചീത്തതിനാണോ എന്ന് തീരുമാനിച്ച ശേഷം പുറകെ പോവുക. ചൊറുക്കണ്ടിട്ട് ഇല്ലെങ്കിൽ ആ മുഖത്തെ വെളുപ്പ് കണ്ടിട്ട് പോയാൽ ഈ കോലം തേക്കലേ നടക്കുള്ളൂ കേട്ടോ. എന്നിട്ടൊരു കുട്ടീനെ ഉണ്ടാക്കിയിട്ട് ഇനി ആ കുട്ടി എന്തായി? ഇടയിലായി. ഇതിനൊക്കെ നിങ്ങളെ ഈ ഒരു കാമവികാരങ്ങൾക്ക് ഇടയിൽ, നിങ്ങളെ ഈ വികാരങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടൊന്നും ഉണ്ടായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ജീവിതം എന്നറിയാതെ വെറും വികാരങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം നിങ്ങൾ ഈ ഒരുമിച്ച് കൂടുമ്പോൾ അതിലുണ്ടാകുന്ന കുട്ടികൾ മാത്രമാണ് ഇതിന് ഇരയാവുന്നത്. നിങ്ങൾക്ക് എന്തോ ആവാം. നിങ്ങൾക്ക് ഈ വികാരം കൊണ്ട് അടുത്ത ആളുകളടുത്ത് പോവാം അല്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും പോവാം. പക്ഷെ എന്താണ് അതിലുണ്ടാകുന്ന ആദ്യത്തെ കുട്ടി രണ്ടാമത് വീണ്ടും കുട്ടിയുണ്ടാക്കി, അതും അവരാണ് ഇതിന് ഇരയാവുന്നത് എന്നുള്ള സത്യം ഈ ലോകം മനസ്സിലാക്കണം. ഈ കോലത്തിലാണ് നിങ്ങളുടെ ജീവിതം എങ്കിൽ ഇതൊന്നും എവിടെയും എത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കുട്ടികൾക്ക് ജന്മം നൽകാൻ പാടില്ലായിരുന്നു. ഇവനെ പറഞ്ഞാൽ മതി, ഇച്ചങ്ങായിണ്ടല്ലോ അവനെ പറഞ്ഞാൽ മതി. അവനൊക്കെ പറയണില്ല ഞാൻ എവിടുന്ന് ഉണ്ടായി എന്നുള്ളതാണ് ചോദ്യം.
എന്തായാലും ഈ പെണ്ണിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവസാനമായിട്ട് ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. എങ്ങനെയാണ്, എപ്പോഴാണ് നീ തിരിച്ചറിഞ്ഞത്? അനുഭവിച്ചിട്ട് തന്നെ തിരിച്ചറിയണം. കാരണം എന്താ അറിയോ, ആ പെൺകുട്ടിയെ അത്യാവശ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഫയ്ക്ക് മനസ്സിലായി തുടങ്ങിയത് സൈക്കോ ആയി മാറി തുടങ്ങി അല്ലെങ്കിൽ അത് നമ്മള് വാടകക്ക് താമസിച്ച സമയത്ത് മാനുവിന്റെ ഏതൊരു ഫ്രണ്ട് വിളിച്ച സമയത്ത് അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് എന്നെ തല്ലി തുടങ്ങിയത്. എന്താ പറഞ്ഞേ? റിഫയാണ് എല്ലാത്തിനും കാരണം. റിഫ ആയിരുന്നു പ്രശ്നക്കാരി, റിഫ അങ്ങനെ ആയിരുന്നു എനിക്ക് പറഞ്ഞിട്ടില്ലേ? ഓർമ്മ ഉണ്ട് എനിക്ക്? ഇല്ലേ? ആ ഓർമ്മ എനിക്ക് ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ ഈ എന്താ പറയണത്? ഇതന്നെയല്ലേ പറഞ്ഞ? ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ അത് ചോദിച്ചു, ഇതെന്താ സംഭവം, ഇതാരാ എന്നുള്ളൊരു ചോദ്യത്തിലാണ് എനിക്ക് ഇങ്ങനെ കിട്ടി തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് വിറകിയിട്ട് അതിന് പൈസ വാങ്ങിയാണ്ട് ജീവിക്കുമ്പോൾ, ജീവിതം സോഷ്യൽ മീഡിയയിൽ ചിത്രം വരച്ചിട്ട് ജീവിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക. ആ വരക്കുന്ന ചിത്രം വരച്ച് കഴിയുമ്പോൾ ചുമര് ബാക്കി ഉണ്ടാവും നിങ്ങൾ ചിന്തിക്കുക. ആരാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴേ നിങ്ങൾക്ക് പലതും തോന്നും, കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നും. അങ്ങനെ ആ ചിത്രരചന കഴിഞ്ഞിട്ട് ചുമര് ബാക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ചുമര അവിടെ ഇല്ലെങ്കിൽ വരച്ചത് വെറുതാവും. അതാണ് ഇപ്പോൾ കണ്ടത്. മരിച്ചുപോയി, അനുഭവിച്ച് മരിച്ചു പോയവരെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. രണ്ടാളും ഇനി അനുഭവിക്കാൻ കിടക്കുന്നുള്ളൂ. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആരാണെങ്കിലും ഈ വീഡിയോ കേൾക്കുന്ന ആരാണെങ്കിലും ശ്രദ്ധിക്കുക. അവനവന്റെ മക്കളെ ആർക്കെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ നല്ലോണം ചിന്തിച്ചും മനസ്സിലാക്കിയും പഠിച്ചിട്ടും ചെയ്യുക. ഈ കാലഘട്ടത്തിൽ അത്യാവശ്യം മയക്കുമരുന്നിന്റെ കാലഘട്ടം. ഈ മയക്കുമരുന്ന് ഇവനെ പോലുള്ള മൃഗങ്ങൾ പോലും നാണിച്ച് ലജ്ജിച്ചു പോകുന്ന കോലത്തിലുള്ള ജീവിതം ജീവിക്കുന്ന ഇവനെ പോലെ ആത്മാവില്ലാത്ത മനുഷ്യന്മാർക്ക് നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്താൽ ആ കുട്ടികളുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്നുള്ളത് ചിന്തിക്കുക. നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ച് മാത്രം ഈ കാര്യം കൈകാര്യം ചെയ്യുക. കാലം മാറുന്നതിനനുസരിച്ച് കോലങ്ങളും മാറുന്നുണ്ട്, വേഷങ്ങളും മാറുന്നുണ്ട് എന്ന് ചിന്തിച്ച് കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി കാണുക. വീണ്ടും ഞാൻ പറയാണ്, പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ആർക്കാണോ ചെയ്തു കൊടുക്കുന്നത് അവനൊരു മനുഷ്യനാണോ എന്ന് നിർബന്ധമായിട്ടും അന്വേഷിക്കുക. അത് ഏതൊരു രക്ഷിതാവിന്റെയും കടമയാണ്, ബാധ്യതയാണ്. സോഷ്യൽ മീഡിയയും അതുപോലുള്ള കാര്യങ്ങളും കണ്ടിട്ട് പണം കണ്ടിട്ടോ പോകുമ്പോൾ എല്ലാവരും, ഏത് പെൺകുട്ടികളാണെങ്കിലും ഈ കാലത്ത് ചിന്തിച്ച്, അത് ഇനി സൗഹൃദമായാലും ശരി, പ്രണയമായാലും ശരി, ഇനി ലിവിങ് ടുഗദർ ആണെങ്കിലും ശരി, ഏതാണെങ്കിലും ശരി, ചിന്തിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇവളെ പോലെയുള്ള അനുഭവമുള്ള 1000 പെൺകുട്ടികൾ ഇനിയും ജനിക്കും, അല്ലെങ്കിൽ ഇനിയും വരും എന്നുള്ളത് ഓർത്തുകൊണ്ടേയിരിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.